ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते ताप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 11 ശ്ലോകം 28 മുതൽ. यथा नदीनां बहवोऽम्बुवेगा समुद्रमेवाभिमुखद्रवन्ति तथा तवामि नरलोकवीर विशन्ति वक्त्रामि अभिविज्वलन्ति। यथा नदीनां बहवोऽम्बुवेगा समुद्रमेवाभिमुखद्रवन्ति तथा तवामि नरलोकवीर विशन्ति वक्त्राणि अभिविज्वलन्ति। हरे कृष्णा। सिमी माता जी हरे कृष्णा। हरे कृष्ण प्रभु जी, प्रणाम्स। चलो। यथा नदीनां बहवोऽम्बुवेगा समुद्रमेवाभिमुखा द्रवन्ति तथा तवामि नरलोकवीरा विशन्ति वक्त्राणि अभिविज्वलन्ति। रूपेश्वरी माता जी। हरे कृष्ण। यथा नदीनां बहवोऽम्बुवेगां समुद्रमेवाभिमुखा द्रवन्ति तथा तवामि नरलोकवीरा विशन्ति वक्त्राण्यम् अभिविज्वलन्ति। हरि बोल। सुजय प्रभु। हरे कृष्ण प्रभु, दंडवत प्रणाम। यथा नदीनां बहवो अम्बुवेगा समुद्रम् एवाभिमुखा द्रवन्ति तथा तवामि नरलोकवीरा विशन्ति वक्राणि अभिविज्वलन्ति। हरे कृष्ण प्रभु, दंडवत प्रणाम। ट्रांसलेशन മലയാളത്തിലാണോ പ്രഭുജി? ഓക്കെ. ഹരേ കൃഷ്ണ. നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്കു തന്നെ പാഞ്ഞൊഴുകുന്നത് പോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായുകളിലേക്ക് കടക്കുന്നു. ഹരേ കൃഷ്ണ. As the many waves of the rivers flow into the ocean, so do all these great warriors enter blazing into your mouth. എല്ലാ നദികളും എങ്ങനെ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നുവോ അതേപോലെ ഈ വാരിയേഴ്സ് എല്ലാം എവിടുന്ന് വരുന്നു അവിടേക്ക് തന്നെ വരുന്നു. എൻ്റർ ബ്ലേസിങ് ഇൻ ടു യുവർ മൗത്ത്. നമുക്കറിയാം തിരിച്ച് ഭഗവാനിലേക്ക് പോവാം. ഇവിടെ ഗ്രേറ്റ് വാരിയേഴ്സ് ആണ്. ഇനിയിപ്പോൾ ഈവൺ അത് അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ വരുന്നത് എവിടുന്നാണ്? നമ്മുടെ ഉദ്ഭവസ്ഥാനം എവിടുന്നാണ്? ഭഗവാനിൽ നിന്ന്. ഏത് ഭഗവാനിൽ നിന്ന്? കൃഷ്ണ ഭഗവാനിൽ നിന്ന്. അതെ, ഈ ഭൗതിക ലോകത്തില്
കാരണോദകശായ വിഷ്ണു. മഹാവിഷ്ണു എന്ന്. അപ്പൊ നമ്മളെല്ലാം തിരിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു പരിതസ്ഥിതിയില് ഭഗവാൻ അർജുനെ കാണിച്ചു കൊടുക്കണം, ഇവരെല്ലാം തിരിച്ച് എന്നിലേക്ക് തന്നെ വരുന്നത് അല്ലേ. അപ്പൊ ആസ് ദ മെനി വേവ്സ് ഓഫ് ദ റിവേഴ്സ് ഫ്ലോ ഇൻ ടു ദ ഓഷ്യൻ, സോ ഡു ഓൾ ദീസ് ഗ്രേറ്റ് വാരിയേഴ്സ് എൻഡ് ബ്ലേസിംഗ് ഇൻ ടു യുവർ മൗസ്. ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. തിരിച്ച് അവർക്ക് സെൽഫ് റിയലൈസേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരും. സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല അല്ലെ. ആ ഒരു വ്യത്യാസമുണ്ട്. നമ്മളും ഒരു സൈക്കിളില് കഴിഞ്ഞ് ആ ഒരു മാനിഫെസ്റ്റേഷൻ സമയത്ത് തിരിച്ചു വരുന്നു, അൺമാനിഫെസ്റ്റേഷൻ സമയത്ത് ഭഗവാനിലേക്ക് പോകുന്നു. ഭഗവാന്റെ അംശങ്ങളാണ്. അതേപോലെ ഈ വാരിയേഴ്സും തന്നെ എൻഡർ ബ്ലേസിംഗ് ടു യുവർ മൗസ്. അവരുടെ ശുദ്ധീകരണം അനുസരിച്ചിട്ട് അവർ തിരിച്ചു വരാം, തിരിച്ചു വരാതിരിക്കാം. തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് അവരുടെ കർമ്മം ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വരും. കർമ്മം ബാക്കിയില്ലെങ്കിൽ അവർ തിരിച്ചു വരില്ല. അവർ ഭഗവത് സേവനമായിട്ട്, അതപ്പോൾ അവരുടെ കാർമിക് ലഗേജിന്റെ ഇതനുസരിച്ച് 0 ആണ്, നെല്ലാണെങ്കിൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. സാധാരണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവർക്ക് മുക്തി കിട്ടിയെന്നാ പറയും. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ അവർക്ക് മുക്തി കിട്ടി. പക്ഷെ ഇവിടെ അത് നടന്നില്ല. ഇവിടെ ജസ്റ്റ് ഒരു എക്സിബിഷൻ ഓഫ് ഈസ് വിരാട് രൂപം. അതായത് വളരെ അടുത്ത് തന്നെ ഇവരെല്ലാം എന്നിലേക്ക് തിരിച്ചു വരും, ഇവരെല്ലാം നാശം ഉറപ്പാണെന്ന് കാണിച്ചു തരാണ്. എത്ര വലിയ ബാരിയേഴ്സ് ആണെങ്കിലും ശരി, അവരുടെ അന്ത്യം ഞാൻ കുറിച്ച് കഴിഞ്ഞു. പക്ഷെ അർജുന അതുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോളൂ. നിമിത്ത മാത്രം ഭവസഭ്യ സാക്ഷി. യു ആർ ബീങ് യൂസ് എൻ ഇൻസ്ട്രുമെന്റ് ഓൺലി, യു ആർ നോട്ട് ദ ഡൂവർ. പക്ഷെ അർജുനൻ ഇവിടെ തെറ്റിദ്ധരിക്കുകയാണ്. ഐ ആം ദ കോസ് ഫോർ ഓൾ ദയർ ഡിസ്ട്രക്ഷൻ. ഞാൻ കാരണം ഇവരെല്ലാം വധിക്കപ്പെടുന്നു, മരിക്കപ്പെടുന്നു. അപ്പോൾ അതിന് ഞാൻ എന്തിനാണ് നരകത്തിൽ പോണ്ടി വരുന്നത്? ഇവിടെ ഭഗവാൻ ക്ഷത്രിയ ധർമ്മത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ക്ഷത്രിയൻ, അതായത് ആർക്കാണോ ക്ഷതമേൽപ്പിക്കുന്നത് അവരെ നമ്മൾ നശിപ്പിക്കുന്നു. ക്ഷത്രിയതൻ ധർമ്മമാണ്. രാജാവ് അതാണല്ലോ. ക്ഷത്രിയന്മാരായിട്ട് ബ്രാഹ്മണന്മാരായിട്ട് രാജാക്കന്മാരുണ്ടാവില്ല. അവർ ഉപദേശകന്മാർ മാത്രമേ, അഡ്വൈസറി ക്ലാസ് ആണ്. ക്ഷത്രിയന്റെ ഡ്യൂട്ടിയാണ് അധർമ്മത്തിനെ നശിപ്പിച്ച് ധർമ്മത്തിനെ പരിപാലിക്കാന്നുള്ളത്. അപ്പൊ അതിനെ ഉണർത്തുകയാണ് ഇവിടെ ഭഗവാൻ. ഇങ്ങനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഡോണ്ട് ടേക്ക് ദാറ്റ് വാട്ട് യു കോൾ ദാറ്റ് ക്രെഡിറ്റ്. ഇറ്റ് ഈസ് നോട്ട് യുവർ ക്രെഡിറ്റ്. ഇതെല്ലാം ഇതിനു മുമ്പേ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. യു ആർ ഓൺലി എൻ ഇൻസ്ട്രുമെന്റ് ഇൻ മൈ ഹാൻഡ്സ് എന്നും കൂടി ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ആ കീർത്തി ആർക്ക്? അർജുന് കിട്ടണം. കാരണം അർജുനൻ ഭഗവാന്റെ ഉത്തമ സുഹൃത്തുമാണ്, പ്യൂർ ഡിവോട്ടിയാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഭഗവാൻ ജസ്റ്റ് ബൈ സിംപ്ലി തിങ്കിങ് എല്ലാവരും ഫിനിഷ് ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അത് വേണ്ട. ഓക്കെ, അത് അതിൻ്റെതായിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ കൂടെ നടന്നോട്ടെ. തൻ്റെ ഡിവോട്ടീസിനെ എൻഗേജ് ചെയ്തിട്ട് തൻ്റെ ഡിവോട്ടീസിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഭഗവാൻ എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇവരെല്ലാം നശിപ്പിക്കാൻ? അധർമ്മികൾ ഇല്ല. പക്ഷെ ആ ലീലകൾ അതിൻ്റെതായിട്ടുള്ള ഇതിൽ നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൽ പങ്കുചേരണം. അത് പ്രത്യേകിച്ചിട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ നീജി പാർഷദന്മാരെ, അതായത് ക്ലോസ് അസോസിയേറ്റ്സ്, കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സ്, അവർക്ക് കിട്ടുന്ന ഡ്യൂ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല ക്രെഡിറ്റിൻ്റെ. അതുകൊണ്ട് യു ബി ദ ഇൻസ്ട്രുമെന്റ് ഇൻ മൈ ഹാൻഡ്സ് ആൻഡ് ഗെറ്റ് ദ ക്രെഡിറ്റ്. അപ്പൊ നാളെ ചരിത്രത്തിൽ ആരാണ് അറിയപ്പെടുക? അർജുനൻ, വില്ലാളി വീരൻ അല്ലേ, ഗ്രേറ്റ് വാരിയർ എന്നറിയപ്പെടും. അതാണ് ഭഗവാന്റെ ആഗ്രഹം. സോ യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധ വേഗാം തഥൈവ നാശായ വിശന്തി ലോകാസ് തവാപി വക്ത്രാണി സമൃദ്ധ വേഗാം. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധ വേഗാം തഥൈവ നാശായ വിശന്തി ലോകാസ് തവാപി വക്ത്രാണി സമൃദ്ധ വേഗ. രൂപേശ്വര മാതാജി.
ഹരേ കൃഷ്ണ പ്രഭുജി. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോകാസ് തവാപി വക്ത്രാണി സമൃദ്ധവേഗ. ഹരേ കൃഷ്ണ. സിമി മാതാജി. यथा प्रदीप्तां ज्वलनं पतङ्गा विशन्ति नाशाय समृद्धवेगा तथैव नाशाय विशन्ति लोकास्तवापि वक्त्राणि समृद्धवेगा. सुजय प्रभु. हरे कृष्ण प्रभु. यथा प्रदीप्तं ज्वलनं पतंगा विशन्ति नाशाय समृद्धवेगा तथैव नाशाय विशन्ति लोका तवापि वक्त्राणि समृद्धवेगा. हरे कृष्ण प्रभु. हरि ट्रांसलेशन माताजी. ഹരേ കൃഷ്ണ പ്രഭുജി. ഈയാമ്പാറ്റകൾ അതിവേഗത്തിൽ പറന്നു വന്ന് എങ്ങനെ കത്തിയെരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്ത്രങ്ങളിൽ വീണ് നശിക്കുന്നു. ഹരിബോൾ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഐ സി ഓൾ പീപ്പിൾ റഷിംഗ് ഫുൾ സ്പീഡ് ഇൻ ടു യുവർ മൗത്ത് ആസ് മൗത്ത്സ് ഡാഷ് ടു ഡിസ്ട്രക്ഷൻ ഇൻ ബ്ലേസിംഗ് ഫയർ. മഴക്കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ പാറ്റകൾ ട്യൂബ് ലൈറ്റിലെ മറ്റേ ലൈറ്റിലൊക്കെ വന്ന് ഇല്ലേ, ലൈറ്റിനെ അത് അട്രാക്ട് ചെയ്യുന്നു. അതേപോലെ നമ്മൾ തീ കായാൻ വേണ്ടിയിട്ട് തീ കൂടി ഉണ്ടെങ്കിൽ അതിൽ വന്ന് അത് അതിൻ്റെ പണി കഴിയും. അതേപോലെ എല്ലാവരും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവരും ഇതേപോലെ പാറ്റകളെ പോലെ ബ്ലേസിങ് ഫയറിലേക്ക് എങ്ങനെ എത്തുന്നു? ഭഗവാന്റെ ആ ബ്ലേസിങ് ഫയറോട് കൂടിയിട്ടുള്ള ഉപമിച്ചിട്ടുള്ള ആ വായിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ, ഡയറക്റ്റ് നാശം. അവരെല്ലാം വധിക്കപ്പെടാൻ പോവുകയാണ്. അവരെല്ലാം അന്ത്യം ആണ് ഇവിടെ കാണുന്നത്. മുൻകൂട്ടി കാണാണ് അല്ലെ, വരാൻ പോകുന്നത് കാണിച്ചു കൊടുക്കാണ്. നമുക്ക് കാണാൻ പറ്റുമോ എന്താണ് വരാൻ പോകുന്നത്? ഭഗവാൻ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഒരു ഇതാണ്, ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കാണിക്കുന്നത്. ലഹീയസേ ഗ്രസമാനസ് സമന്താൽ ലോകാൻ സമഗ്രാൻ വദനേ ജ്വലബ്ധി തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്ര പ്രതപന്തി വിഷ്ണു. ലലീഹ്യസേ ഗ്രസമാന സമന്താൽ ലോകാൻ സമഗ്രാൻ വദനേ ജ്വലബ്ധി തേജോഭിരപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്ര പ്രതപന്തി വിഷ്ണു. രൂപശ്രീ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ലിഹ്യസേഗ്രസമാനാ സമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിः തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. ഹരേ കൃഷ്ണ. യസിമി മാതാജി. लिलीह्यसे ग्रसमाना समन्ताल लोकान् समग्रान् वदनैर्ज्वलाद्भिः तेजोभिरपूर्य जगत् समग्रं भाषस्तवोग्रा प्रतपन्ति विष्णु. सुजय प्रभु. हरे कृष्ण प्रभु. लेलीह्यसे ग्रसमानः समन्ताल लोकान् समग्रान् वदनैर्ज्वलाद्भिः तेजोभिरपूर्य जगत् समग्रं भाषास्तवोग्रा प्रतपन्ति विष्णु. हरे कृष्ण प्रभु. ट्रांसलेशन. ഹരേ കൃഷ്ണ പ്രഭുജി. ഹേ വിഷ്ണു, ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായുകളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ് കൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. Very good. Oh Vishnu, I see you devouring all people from all sides with your flaming mouths. Covering all the universe with your effulgence, you are manifest with terrible scorching rays. വീണ്ടും അതിനെ വേറെ രീതിയിൽ പറയുകയാണ്. എന്താണ്? ഓ വിഷ്ണു. ഇവിടെ അർജുനൻ ഭഗവാനെ വിഷ്ണു എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. എല്ലാവരെയും
തൻ്റെ ഫ്ലെയിമിങ് മൗത്തിൽ ജ്വലിക്കുന്ന വായിലേക്ക് ആവാഹിക്കുകയാണ്. അതെന്താണ്? കവറിങ് ഓൾ ദ യൂണിവേഴ്സ് വിത്ത് യുവർ എഫൾജൻസ്. ഇപ്പോൾ സൂര്യ ഭഗവാന്റെ എഫൾജൻസ് അല്ല, ഭഗവാന്റെ സ്നേഹത്തിൽ നിന്ന് വരുന്ന എഫൾജൻസ്, ആ പ്രഭ കംപ്ലീറ്റ് ഈ ബ്രഹ്മാണ്ടത്തിനെ കവർ ചെയ്യുന്നുണ്ട്. യു ആർ മാനിഫെസ്റ്റ് വിത്ത് ടെറിബിൾ സ്കോർച്ചിങ് റേസ്. അപ്പൊ അത്രയും ആ രശ്മി ചൂടോടുള്ള വളരെ ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള രശ്മിയും കൂടി എമിറ്റ് ചെയ്യുന്നുണ്ട് ഭഗവാനിൽ നിന്ന്. ടെറിബിൾ സ്കോർച്ചിങ് റേസ്. ആഖ്യാ ഹി മേകോ ഭഗവാനുഗ്രൂപോ നമോസ്തു തേ ദേവ വരപ്രസീദ. വിജ്ഞാതുമിച്ഛാമി ഭവന്തു മാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ആഖ്യാ ഹി മേകോ ഭവാനുഗ്രൂപോ നമോസ്തു തേ ദേവ വരപ്രസീദ. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ആഖ്യാഹി മേകോ ഭവാനുഗ്രൂപോ നമോസ്തു തേ ദേവവര പ്രസീദ. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ പ്രഭുജി. സിംഹ മാതാജി. आख्याहि मे को भवानुग्ररूपो नमोऽस्तु ते देववरप्रसीता. विज्ञातुमिच्छामि भवन्तमाद्यं नाहि प्रजानामि तव प्रवृत्तिम्. हरि बोल. सुजय प्रभु. हरे कृष्ण प्रभु. धन्यवाद. आख्याहि मे हो भवनुग्ररूपो नमो अस्तु ते देववर प्रसीदा. विज्ञातुमिच्छामि भवन्तमाद्यं नहि प्रजनामि तव प्रवृत्तिम्. हरे कृष्ण प्रभु. हरि बोल. ट्रांसलेशन. ഹരേ കൃഷ്ണ പ്രഭുജി. ദേവാദിദേവ ഉഗ്രമൂർത്തെ, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ പ്രണമിക്കുന്നു. എന്നിൽ കനിയേണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്ക് അറിയണം. അങ്ങയുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഹരേ കൃഷ്ണ. Hरि बोल. O Lord of Lords, so fierce of form, please tell me who you are. I offer my obeisances unto you. Please be gracious to me, O are the primal Lord. I want to know about you, for I do not know what your mission is. അർജുനൻ ഇവിടെ അത്ഭുതം, പേടി, ഇതെല്ലാം ഉണ്ടല്ലേ. പേടിയുടെ ആശ്ചര്യമാണ് ഇത്രയും ഒരു വിരാട് രൂപം, യൂണിവേഴ്സൽ ഫോമിനെ കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും പ്രണാമം ചെയ്തിട്ട് ചോദിക്കുകയാണ് ആരാണെന്ന്, എന്താണ് ഉദ്ദേശം, അങ്ങയുടെ മിഷൻ എന്താണ്, ഇത് പറഞ്ഞു തന്നാലും. അപ്പൊ അവിടെ തൻ്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണനല്ല അവിടെ കാണുന്നത്, കേശവനല്ല കാണുന്നത്. ഭഗവാന്റെ വിരാട് രൂപം കണ്ട് അത്ഭുതപ്പെട്ട് പേടിച്ച് വരണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് ആരാണ്, അങ്ങയുടെ ഐഡന്റിറ്റി എന്താണ്, എന്ത് പർപ്പസാണ്, എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് അവിടെ വന്നിരിക്കുന്നത്, എന്താണ് മിഷൻ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ലോർഡ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈശ്വരൻ മാത്രമല്ല, നമ്മളെല്ലാം, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പലതവണ പറഞ്ഞ പോലെ നമ്മളെല്ലാം ആരാണ്? കൺട്രോളേഴ്സ്. ലോർഡ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൺട്രോളർ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മളെല്ലാം മിനി ഈശ്വരന്മാരാണ് അല്ലേ. സുജയപ്രഭു മിനി ഈശ്വരനല്ലേ, വീട് ഭരിക്കുന്നില്ലേ, ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നില്ലേ? പ്രഭു. യെസ് പ്രഭു. സോ ഈശ്വരൻ, സോ ലോർഡ് പറഞ്ഞാൽ ഈശ്വരൻ, കൺട്രോളർ. അപ്പൊ നമ്മളൊക്കെ ചെറിയ ചെറിയ കാണിച്ചാൽ നമ്മൾ ഏതെങ്കിലും വീട് ഭരിക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നു, ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രി ഒക്കെ മിനി മിനി വേരിയിങ് ഡിഗ്രീസ്. അപ്പൊ അതിലും മീതാണ് ഈശ്വരൻ. അവർ ദേവതമാര്. എന്താണ് അവരെ ഈശ്വരൻ പറയാൻ കാരണം? അവർക്ക് യൂണിവേഴ്സൽ മാനേജ്മെന്റിന്റെ സഡൻ പോർട്ട്ഫോളിയോ ചില ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, റെയിൻ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ ഫയർ ഡിപ്പാർട്ട്മെന്റ്, എയർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്രിയേഷൻ, സബ് ക്രിയേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഡിസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. ജയില് ധർമ്മരാജ്,
അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്. ഇവരുടെയൊക്കെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന പെർട്ടിക്കുലർ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട് ഭഗവാൻ ഇവർക്കും എല്ലാവർക്കും. അപ്പൊ അവരെന്താണ് ദേവന്മാരായിട്ട് കാണുന്നു. അപ്പോൾ ഈശ്വരൻ, മിനി ഈശ്വരൻ, അവരെ ഈശ്വരൻ. അപ്പൊ അവരുടെയും ഇതാണ് ദേവാദിദേവൻ. ആരാണ്? മഹേശ്വരൻ. ആരാണ് മഹേശ്വരൻ? ശിവൻ, ദേവാദിദേവ്. ഓക്കെ. അപ്പൊ എല്ലാ ഡെമിഗോഡ്സിനും, എല്ലാ ദേവന്മാരുടെയും ഈശ്വരനാണ്, അവരുടെയും ഈശ്വരനാണ്, അദ്ദേഹത്തിന്റെ ഈശ്വരനാണ് പരമേശ്വരൻ, പരമേശ്വർ. എല്ലാ വിഷ്ണു തത്വങ്ങളും, എല്ലാ വിഷ്ണു തത്വങ്ങളും പരമേശ്വരനാണ്. അവരുടെയും ഈശ്വരനാണ് ആരാണ്? കൃഷ്ണ ഭഗവാൻ. ആ കൃഷ്ണ ഭഗവാനെ എന്താണ്? പരാത്പര പരമേശ്വരൻ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡറ്റ്, പരാത്പര പരമേശ്വരൻ. എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും അദ്ദേഹം പറഞ്ഞ ഓ ലോർഡ് ഓഫ് ലോർഡ്സ്, എല്ലാ ഭഗവാന്മാരുടെയും ഈശ്വരനാണ്. മിനി ഈശ്വരൻ, ഈശ്വരൻ, മഹേശ്വരൻ, പരമേശ്വരൻ, പിന്നെ പരാത്പര പരമേശ്വരൻ, കൃഷ്ണൻ. അപ്പൊ ആ ഒരു അതിലും മീതില്ല. പിന്നെ അദ്ദേഹത്തിനൊരു ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ അത് എവിടെ എത്തില്ല. അതാണ് ഈവൻ ബ്രഹ്മാവും കൂടി പറയുന്നത്, ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറയുന്നു. ടെക്സ്റ്റ് 32. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവിദ്ധോ ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്താം ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രതി അനികേഷു യോദ്ധാം. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തും ഇഹ പ്രവൃത്താം ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രതി അനികേഷു യോദ്ധാ. രൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്താം ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രത്യനികേഷു യോദ്ധാ. ഹരി ബോൾ. ശ്രീ മാതാജി. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകാക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്താ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രതി അനികേഷു യോദ്ധാ. സുജയ പ്രഭു. Hare Krishna Prabhu. Shri Bhagavanuvacha Kaloasmi Lokakshayakritta Pravardho Lokan Samahritum Iha Pravarta Ritepi Tvam Na Bhavishyanti Sarve Ye Avashyastitah Prati Anikeshu Yodha. Hare Krishna Prabhu. The translation. ഹരേ കൃഷ്ണ. The Supreme Personality of Godhead said, "Time I am, the great destroyer of the worlds, and I have come here to destroy all people, with the exception of you, the Pandavas. All the soldiers here on both sides will be slain." Hare Krishna Prabhu. Very good. The Supreme Personality of Godhead said, time I am, great destroyer of the worlds, and I have come here to destroy all people with the exception of you, the Pandavas. All the soldiers here on both sides will be slain. ഭഗവാനോട് അർജുൻ ചോദിച്ചു, ആരാണ് അങ്ങയുടെ ഉദ്ദേശം, എന്താണ്? എനിക്കിതെല്ലാം പറഞ്ഞു വെച്ചാൽ പേടി തോന്നുന്നു ഈ രൂപം കണ്ടിട്ട്. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? ടൈം ഐ ആം, കാലോസ്മി, കാലം. എന്താണ് കാലം? നശിപ്പിക്കുക. കാലത്തിന്റെ ഒറ്റ പണിയുള്ളൂ, ഡിറ്റീറിയേഷൻ, നാശം. ഇന്നലെ കണ്ടതല്ല നമ്മളിന്ന്, ഇന്ന് കാണുന്നില്ല നാളെ. ഓരോ നിമിഷത്തിലും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക, ക്ലോസർ ടു ഡെത്ത്. ആ സമയമാണ് ഗ്രേറ്റ് ഡിസ്ട്രോയർ. ഇവിടെ ഒരു എറ്റേണൽ ടൈമിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഈ ഭൗതിക ലോകത്തിൽ. അതുകൊണ്ടാണ്
നമ്മൾ ക്ഷയിക്കുന്നത്. അത് തുടക്കം അവസാനം ഈ ടൈം ഫാക്ടർ കാരണമാണ്. ഇത് ആധ്യാത്മിക ലോകത്തിലില്ല. ഈ ടൈം ഫാക്ടർ, അവിടുത്തെ ടൈം ഫാക്ടറും ഇവിടുത്തെ ടൈം ഫാക്ടറും വ്യത്യാസമുണ്ട്. അവിടെ ടൈം ഫാക്ടർ ഉണ്ടായിരിക്കും, ബട്ട് നോട്ട് ദിസ് ടൈം ഫാക്ടർ. ഇത് നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് മാനിഫെസ്റ്റേഷനും തുടക്കവും അന്ത്യവും. അപ്പോൾ ഗ്രേറ്റ് ഡിസ്ട്രോയറാണ് സമയം. അപ്പോൾ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്, എൻ്റെ ഉദ്ദേശം, മിഷൻ എന്താണ്? ടു ഡിസ്ട്രോയ് ഓൾ പീപ്പിൾ. കാരണം ഭൂമിക്ക് ഭാരം കൂടി. ഭൂമി ദേവി ചെന്നിട്ട് പരാതി പറഞ്ഞു. ഒരുപാട് ആസുരി കിങ്സ് ഒരുപാട് ക്രൂവൽ ആക്ടിവിറ്റീസ് നടത്തുന്നതുകൊണ്ട് ഭൂമിക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു വിധത്തിൽ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നപ്പോൾ ചെന്ന് പരാതി പറഞ്ഞു ബ്രഹ്മാവിനോട്. ബ്രഹ്മാവും മറ്റ് ദേവതമാരെല്ലാം കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയി. അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല, അവരെല്ലാം നശിപ്പിക്കുകയും ചെയ്യണം, ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. പിന്നെ അതിലുപരിയായിട്ട് തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കണം, തൻ്റെ ഭക്തന്മാർക്ക് അസോസിയേഷൻ കൊടുക്കണം, ഹാപ്പിനെസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ. അതുകൊണ്ട് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് യു ദ പാണ്ഡവാസ്, ഓൾ ദ സോൾജേഴ്സ് ഹിയർ ഓൺ ബോത്ത് സൈഡ്സ് വിൽ ബി സേവ്. എല്ലാവരും വധിക്കപ്പെടും, രണ്ട് സൈഡിലത്തെ. പാണ്ഡവന്മാർ വളരെ കുറച്ച് ആൾക്കാർ, എന്നുവെച്ചാൽ പ്യൂർ ഡിവോട്ടീസ്. So although Arjuna knew that Krishna was his friend and the Supreme Personality of Godhead, he was puzzled by the various forms exhibited by Krishna. Therefore, he asked further about the actual mission of this devastating force. It is written in the Vedas that Supreme Truth destroys everything, even the Brahmanas, as stated in the Kathopanishad. Yasya Brahma cha kshatram cha ubhe bhavada odana mrityur yasyupasechanam ka itha veda yatra sa. Eventually, all the Brahmanas, Kshatriyas, and everyone else all devote like a meal by the Supreme. This form of the Supreme Lord is the all-devouring giant, and here Krishna presents himself in that form of all-devouring time. Except for a few Pandavas, everyone who was present on that battlefield would be devoured by him. Arjuna was not in favor of the fight, and he thought it was better not to fight. Then there would be no frustration. അപ്പോൾ അർജുനൻ യുദ്ധം ചെയ്യാൻ സന്നദ്ധനായിരുന്നില്ല. പക്ഷെ ഭഗവാൻ കാണിച്ചു കൊടുക്കാണ്, വെദർ യു ഫൈറ്റ് ഓർ നോട്ട്, their destinies decided by me. I am going to destroy them. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. സോ ബെറ്റർ യു ഫൈറ്റ് ആൻഡ് ടേക്ക് ദ ക്രെഡിറ്റ്. സോ then there will be no frustration. ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലാന്നാണ് അർജുനൻ വിചാരിച്ചത്. So in reply, the Lord is saying that even if he did not fight, every one of them would be destroyed. For that was his plan. അർജുനൻ ഫൈറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ പ്ലാൻ നടത്തും. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുകയാണ്. If Arjuna stopped fighting, they would die in another way. Death could not be checked. Even if he did not fight, in fact, they were all dead. They were already dead. Time is destruction, and all manifestations are to be vanquished by the desire of the Supreme Lord. That is the law of nature. Okay? പ്രകൃതി നിയമമാണ്. ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അൺമാനിഫെസ്റ്റേഷൻ നടക്കും. ഒരു ക്രിയേഷൻ ഉണ്ടെങ്കിൽ ഡിസ്ട്രക്ഷൻ തീർച്ചയായിട്ടും വരും. ആ ക്രിയേഷന്റെയും ഡിസ്ട്രക്ഷന്റെയും ഇടയിലുള്ള സമയം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ, അല്ലെ? അപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന സമയത്ത് അതിൻ്റെ ക്രിയേഷൻ നടക്കണം, ഇന്ന സമയത്ത് അതിൻ്റെ ഡിസ്ട്രക്ഷൻ നടക്കണം. അപ്പൊ അത് ആർക്കും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അർജുനന് പ്രചോദനം കൊടുക്കുകയാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ദ ഡൂവർ. യു ആർ ദ ഡൂവർ എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇരിക്കണ്ട. ഐ എം ജസ്റ്റ് യൂസിങ് യു ആസ് എൻ ഇൻസ്ട്രുമെന്റ്. അതേപോലെ നമ്മൾ എല്ലാവരെയും ഓരോ കാര്യത്തിനും ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഏതൊരു കാര്യം നടക്കണമെങ്കിലും ദർ ആർ മിനിമം 3 factors ഷുഡ് ബി ദർ. എന്തൊക്കെയാണ് 3 factors? ഭഗവത്ഗീതയിലെ 18ാമത്തെ അധ്യായം പറഞ്ഞ 5 കാര്യങ്ങളുണ്ടെങ്കിലാണ് ഒരു കാര്യം നടക്കുന്നത്. ഓക്കെ, ബ്രോഡ്ലി 3. എന്തൊക്കെയാണ് ഓർമ്മയുണ്ടാവും? കർമ്മം ചെയ്യാനുള്ള സ്ഥലം, അങ്ങനെ എന്തോ ഇല്ലേ പ്രഭുജി? പിന്നെ ഇച്ഛ, അതെ. നമ്മുടെ The field of activity is the body, the senses, ഇന്ദ്രിയങ്ങള്,
the doer, the performer, and the ഭഗവാന്റെ and the efforts, and the sanctioner ഭഗവാൻ. അഞ്ചെണ്ണം അല്ലെ? ഇതെന്തെങ്കിലും ഒരു കാര്യം ഫൈനലി അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ സാങ്ഷൻ. അതുപോലെ ഇൻ എ ബ്രോഡർ സെൻസ് ജീവാത്മ, ദ ഇനീഷ്യേറ്റിംഗ് പേഴ്സൺ. ഞാനൊരു ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഇനീഷ്യേറ്റ്. സോ ദ ഇനീഷ്യേറ്റർ, ദ ഇമ്മീഡിയറ്റ് കോസ് ആരാണ്? ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഡു ദാറ്റ് ആക്ടിവിറ്റി. Then the intermediate cause, that is the three modes of material nature. Then the ultimate cause, the sanction, supreme law. അപ്പോ ഭഗവാനാണ് അൾട്ടിമേറ്റ് കോസ്, നമ്മളല്ല. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ശരി ഭഗവാന്റെ സാങ്ഷൻ ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല. ദാറ്റ്സ് ഫോർ ഷുവർ. അതുകൊണ്ട് അർജുനോട് ഇതെല്ലാം പല വിധത്തിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ദ ഡൂവർ. You are definitely a part of it, but you are not the complete doer. അല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു, എഴുതാൻ പോകുന്നു, പരീക്ഷ എഴുതാൻ പോകുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എന്നിട്ട് എല്ലാം വായിച്ചു നോക്കി, ടോട്ടലി ബ്ലാങ്ക് ആയി, ഒന്നും ഓർമ്മയില്ല എന്താണെന്ന്, ഒന്നും എഴുതാൻ പറ്റുന്നില്ല, സമയം കഴിഞ്ഞ് പോകുന്നു. ആരുടെ ഇച്ഛയാണ്? ഭഗവാന്റെ ഇച്ഛ. സാങ്ഷൻ ഇല്ല അവിടെ ഭഗവാന്റെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങി വെക്കാനേ പറ്റുള്ളൂ, പക്ഷെ അതിന്റെ സക്സസ് നമ്മുടെ കയ്യിലല്ല. നമുക്ക് എഫേർട്ട് എടുക്കാനേ പറ്റൂ, സക്സസ് ഭഗവാൻ തരണം, സാങ്ഷൻ. അതേപോലെ അർജുനൻ വിചാരിക്കുന്നത് ഐ ആം ദ ഡൂവർ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു, പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം. അഹങ്കാരം കൊണ്ട് ഐ ആം ദ ഡൂവർ, കർത്ത അഹം ഇതി മന്യത, ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ള ഒരു അഹങ്കാരം. ആക്ച്വലി ഹി ഈസ് നോട്ട് ദ ഡൂവർ, ഹി ഈസ് ജസ്റ്റ് എ പാർഷ്യൽ ഡൂവർ, അത്രേ ഉള്ളൂ. പക്ഷെ അതിനെ ശരിക്കും ചെയ്യുന്നത് ഭഗവാന്റെ സാങ്ഷൻ വരണ്ടാണ്. അതാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഗോ ആൻഡ് ഫൈറ്റ്. ഇൻഫാക്ട് ദേ വർ ഓൾറെഡി ഡെഡ്. Time is destruction and all manifestations are to be vanquished by the desire of the Supreme Lord. That is the law of nature. പ്രകൃതി നിയമം അതാണ്. സമയം എല്ലാറ്റിനെയും നശിപ്പിക്കും. ഒരു പൂവ് രാവിലെ വിരിഞ്ഞാൽ വൈകുന്നേരം അതിനെ നോക്കിയപ്പോൾ നമ്മുടെ ഭഗവാൻ പൂവ് വയ്ക്കുന്നുണ്ട്. എസ്പെഷ്യലി ചൂട് കാലത്തൊക്കെ അതിന്റെ സ്ഥിതി കാണണം വൈകുന്നേരം ആകുമ്പോഴേക്കും. ടൈം ഡിസ്ട്രോയ്സ്. So text 33. Tasmat tvamuttishta yasho labhasva jitva satrun bhungshva rajam samriddham mayaivaite nihita purvameva nimitta matram bhava savyasachin. Okay. Tasmat tvamuttishta yasho labhasva jitva satrun bhungshva rajam samriddham മയൈവൈതേ നിഹിത പൂർവമേവ നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭൂങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. നിമിത്തം. Okay, you are just an instrument. Simi Mataji. Tasmat tvamuttishta yasho labhasva jitva shatrun bhungshva rajyam samriddham mayaivaite nihata purvam eva nimitta matram bhava savyasachin. Sujay Prabhu. Hare Krishna Prabhu, Dandatram. तस्मात् त्वमुत्तिष्ठ यशो लभस्व जित्वा शत्रून् भुक्ष्व राज्यं समृद्धं मयैव वैते निहतः पूर्वमेव निमित्तमात्रं भव सव्यसाचिन्. हरे कृष्ण. Translation Mataji. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ, ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നുകഴിഞ്ഞു. നീ കേവലം ഒരു ആയുധമാവുന്നതേ ഉള്ളൂ. സവ്യസാചിൻ. ഹരേ കൃഷ്ണ.
Therefore, get up, uttishta, le, get up and fight and win glory. Conquer your enemies and enjoy a flourishing kingdom. They are already put to death by my arrangement, and you, O Sabyasachi, can be but an instrument in the fight. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതെല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. യു ആർ ഓൺലി എൻ ഇൻസ്ട്രുമെന്റ് ഇൻ മൈ ഹാൻഡ്സ്. അതുകൊണ്ട് ഗെറ്റ് ദ ക്രെഡിറ്റ്. ആരെങ്ങനെ ക്രെഡിറ്റ് തരാം? എല്ലാം അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഗെറ്റ് ദ ക്രെഡിറ്റ്. അതുകൊണ്ട് എത്രയോ ലോകം മുഴുവനെ ഇപ്പോഴും അർജുനന്റെ കാര്യം, കൃഷ്ണന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയോ കാലം മുമ്പ് നടന്നാണ്. സോ എവറി ടൈം they will be remembered in future. അത് യാതൊരു സംശയമില്ല. അപ്പൊ അത്രയും ഗ്ലോറിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നശിപ്പിക്കുകയാണ് ഇവിടെ ആര് ചെയ്യുന്നത്? അർജുനൻ. ചെയ്തിട്ടില്ലെങ്കിൽ എന്തായി? അപകീർത്തി. അല്ലേ? ഒരു ക്ഷത്രിയന് അപകീർത്തി പറഞ്ഞാൽ ഇറ്റ്സ് വേഴ്സ് ദാൻ ഡെത്ത്. അപ്പൊ ചരിത്രം കുറിച്ചിടും ഒരു പേടിത്തൊണ്ണൻ അർജുനൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. ഇഫ് എന്താണ്? യുദ്ധം ചെയ്താൽ എന്നേക്കും ആ ഗ്ലോറീസ് നിലനിൽക്കും. അതാണ് ഭഗവാൻ തന്റെ ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. So Sabyasachi refers to one who can shoot arrows very expertly in the field. Thus Arjuna is addressed as an expert warrior capable of delivering arrows to kill his enemies. Just become an instrument, nimitta matram. This word is also very significant. The whole world is moving according to the plan of the Supreme Personality of Godhead. Foolish persons who do not have sufficient knowledge think that nature is moving without a plan and all manifestations are but accidental formation. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ ഒരു വലിയ സ്ക്രിപ്റ്റിന്റെ ഒരു നാടകം മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജോലി വിചാരിക്കണം ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കും. അത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മളുടെ കർത്തവ്യം ചെയ്യണം. നമ്മുടെ കർമ്മം ചെയ്തേ പറ്റൂ. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു ജോലി ചെയ്യുന്നത്? അങ്ങനെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കാം. അത് നടക്കില്ല. നമ്മളും കൂടിയും ഈ ഡ്രാമയിലെ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. സോ അവർ പാർട്ട് വി ഷുഡ് ഡു ഇറ്റ് വെരി നൈസ്ലി. അപ്പൊ അതൊന്നും നമുക്ക് ഓടിപ്പോകാൻ പറ്റില്ല. So foolish persons who do not have sufficient knowledge think that nature is moving without a plan and all manifestations are but accidental formation. There are many so-called scientists who suggest that perhaps it was like this or maybe like that, but there is no question of perhaps and maybe. ഒരിക്കലും പ്രഭുപാദ തന്റെ പർപ്പോട്ടിൽ ഐ തിങ്ക് ലൈക്ക് ദിസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഒരിക്കലും പ്രഭുപാദ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഐ തിങ്ക് ഓർ ഇറ്റ് മേ ബി. കാരണം പ്രഭുപാദ പറയുന്നതെല്ലാം ശാസ്ത്രത്തിന്റെ ആധാരത്തിലാണ്. സോ ശാസ്ത്രം കോട്ട് ചെയ്തിട്ടാ പറയുക. കൃഷ്ണ സെഡ് ലൈക്ക് ദിസ്, അർജുന സെഡ് ലൈക്ക് ദിസ്, ആചാര്യ സെഡ് ലൈക്ക് ദിസ്, or Bhagavatam said like this. He never says I think like that. But scientists എന്താ പറയുന്നത്? Perhaps and maybe, because indefinite. അവർക്കറിയില്ല. പക്ഷെ ശാസ്ത്രം അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഗുരു സാധു ശാസ്ത്ര ഫോളോ ചെയ്യുന്ന ആൾക്കറിയാം. ഇറ്റ്സ് ഡെഫിനിറ്റ് ആണ്. സോ there is a specific plan being carried out in the material world. What is this plan? The cosmic manifestation is a chance for the conditioned souls to go back to God and back to home. അപ്പൊ ഈ കോസ്മിക് മാനിഫെസ്റ്റേഷൻ എന്താണ്? നമ്മൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുക തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. ആസ് ലോങ് ആസ് ദേ ഹാവ് ദ domineering mentality which makes them try to lord it over material nature, their condition. അപ്പൊ നമ്മൾക്ക് ഡോമിനേറ്റ് ചെയ്യുന്നുള്ള മെന്റാലിറ്റി ഉള്ള അത്രയും കാലം നമ്മൾ ഈ ബദ്ധാത്മാവായിട്ട് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരിക്കും. Their condition. But anyone who can understand the plan of the Supreme Lord and cultivate Krishna consciousness is most intelligent. പക്ഷെ അതിനുപരിയായിട്ട് നമുക്ക് തിരിച്ച് ഭഗവത്ധാമിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധത്തില് ഭഗവാനെ സേവനം ചെയ്തിട്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ അവിടെ പോവും, തിരിച്ച് ഭഗവത്ധാമിൽ. മോസ്റ്റ് ഇന്റലിജന്റ്, സുമേധ അല്ലേ? മേധ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡിഫറെന്റ് ഗ്രേഡ് ഓഫ് ഇന്റലിജൻസ്, ഹയർ ഇന്റലിജൻസ്. ബുദ്ധിയുണ്ട്, അതില് ഡിഫറെന്റ് ഗ്രേഡേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഡിഫറെന്റ് ഗ്രേഡേഷൻസ് പറയുന്നത് എന്താണ്? പ്രജ്ഞ, മേധ, പ്രതിഭ. കേട്ടിട്ടുണ്ടോ മുമ്പേ? പ്രഭുജി പറഞ്ഞിട്ടുണ്ട്. പ്രജ്ഞ, മേധ, പ്രതിഭ. അപ്പൊ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ആണ്. അതായത് ഗ്രാസ്പിംഗ് പവർ. നമ്മളൊരു കാര്യം നമ്മൾ ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ ഒരു പ്രജ്ഞ എന്നുള്ള ഒരു ആസ്പെക്ട്, ബുദ്ധിയുടെ ഒരു ആസ്പെക്റ്റ് ആണ്. അത് നമുക്ക് ഷാർപ്പാണെങ്കിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഗ്രാസ്പ് ഈസിലി. ഓക്കെ. പിന്നെ മേധ എന്ന് പറഞ്ഞാൽ അത് റിട്ടൈനിങ് പവറാണ്. റിട്ടൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്രാസ്പ് ചെയ്യാൻ മാത്രം പോരാ, അതിന് റിട്ടൈൻ ചെയ്യേണ്ടത്. നമ്മൾ റിട്ടൈൻ ചെയ്യണം, നല്ല നമുക്ക്. അപ്പൊ അതിനെ മേധ എന്ന് പറഞ്ഞു. പിന്നെ പ്രതിഭ എന്ന് പറഞ്ഞാൽ അതിനെ റീകളക്ട് ചെയ്യണം. വാട്ട് ഈസ് ലേൺഡ്, വാട്ട് ഈസ് റിട്ടൈൻ, ഇറ്റ് ഹാസ് ടു ബി റീകളക്റ്റഡ്. എന്നാലേ നമുക്കത് ഓർമ്മ വന്നിട്ട് നമുക്ക് വേറൊരുക്കും പറയാൻ പറ്റൂ. നമ്മൾ പഠിച്ചു, റിട്ടൈൻ ചെയ്തു, റീകളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യം. സോ ദർ ആർ 3 ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലിജൻസ്. എന്താണ്? എന്തൊക്കെയാണ്? പ്രതിഭ, മേധ ആൻഡ് പ്രജ്ഞ. പ്രജ്ഞ, മേധ ആൻഡ് പ്രതിഭ. അങ്ങനെയാണ്. പ്രതിഭ ഇസ് ഇത് റീകളക്റ്റിംഗ്. അതുകൊണ്ടാണ് ഇതിനും തന്നെ പറഞ്ഞത് സുമേധസ. ഇതില് ആ ശ്ലോകത്തിൽ പറയുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കലികാലത്തില് ഏത് യജ്ഞം, നാമസങ്കീർണ യജ്ഞം ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ ഒരു ബുദ്ധിയുള്ളൂ. സാധാരണ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല, അവര് ഗവനിക്കും കൂടിയില്ല. അതൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, പലതിനും ഭാഗവതത്തിലും ഭഗവതിയിൽ പലതും പറയും. അതൊക്കെ നമുക്ക് പറഞ്ഞാണോ? അതുകൊണ്ട് അവര് അവഗണിക്കും. ശരിക്കും ബുദ്ധിമാൻ എന്താ ചെയ്യുന്നത്? കലിയുഗത്തില് നാമസങ്കീർത്തന യജ്ഞം ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യും. അവര് ആണ് സുമേധ എന്ന് പറയുന്നത്. ഇവിടെയും ഭഗവാൻ പറയുന്നത് but anyone who can understand the plan of the Supreme Lord and cultivate Krishna consciousness is most intelligent. ഭഗവാൻ തന്നെ പറയുന്നത് കോൺഫിഡൻഷ്യൽ, മോർ കോൺഫിഡൻഷ്യൽ, മോസ്റ്റ് കോൺഫിഡൻഷ്യൽ. ഇന്റലിജന്റ്, മോർ ഇന്റലിജന്റ്, മോസ്റ്റ് ഇന്റലിജന്റ്. അതേപോലെ മോസ്റ്റ് ഇന്റലിജൻസ് ആണ് ഇവിടെ. ഓക്കെ. സോ ദ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ കോസ്മിക് മാനിഫെസ്റ്റേഷൻ ആർ അണ്ടർ ദ സുപ്പീരിയർ ഗൈഡൻസ് ഓഫ് ഗോഡ്. Superior guidance. Creation and destruction of the cosmic manifestation are under the superior guidance of God. Thus, the battle of Kurukshetra was fought according to the plan of God. Arjuna was refusing to fight, but he was told that he should fight in accordance with the desire of the Supreme Lord. Then he would be happy. If one is in full Krishna consciousness and his life is devoted to the Lord's stance and service, he is perfect. ഭഗവാന്റെ ഭക്തിയുത സേവനം അനുഷ്ഠിച്ച ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് പെർഫെക്റ്റ് എന്നാണ് ഭഗവാൻ പറയുന്നത്. 34. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥായാനപി യോധവീരാൻ മായാഹതാം സ്വാം ച ഹി മാ വ്യതിഷ്ഠ യുദ്ധസ്വതേ ജയതാസി രണേ സപത്നാൻ. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥായാനപി യോധവീരാൻ മായാഹതാം സ്വാം ച ഹി മാ വ്യതിഷ്ഠ യുദ്ധസ്വ ജയതാസി രണേ സപത്നാൻ. മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനഭിയോധവീരാൻ മയാ ഹതാസ്ത്വം ജഹിമാ വ്യതിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. മാതാജി. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനഭിയൂതവീരാൻ മയാ ഹതാം സ്ത്വാം
जहिमा व्यतिष्ठा युध्यस्वजेतासि रणे सपत्नान्. Very good. Sujay Prabhu. Hare Krishna Prabhu. Dronam cha Bhishmam cha Jayadratham cha Karnam तथा ध्यानपि योधवीरान् मया हतं स्त्वं जाहि मा व्यतिष्ठा युद्धस्वजेतासि रणे सप्तनन्. हरे कृष्ण. Very good. Translation, Mataji. ഹരീഷ്ണ പ്രഭുജി, Thank you. ഭീഷ്മൻ, ദ്രോണൻ, ജയദ്രഥൻ, കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട. നീ പൊരുതുക മാത്രം ചെയ്താൽ മതി. ശത്രുക്കൾ തോറ്റുപോവും. ഹരീഷ്. Very good. Drona, Bhishma, Jayadratha, Karna, and the other great warriors already been destroyed by me. Therefore, kill them and do not be disturbed. Simply fight, and you will vanquish your enemies in battle. ഇവരെല്ലാവരും മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ പേരെടുത്ത് പറയാണ്. ദ്രോണരും ഭീഷ്മരും ജയദ്രഥും കർണനും എല്ലാം ഗ്രേറ്റ് വാരിയേഴ്സ് ആണ്. അവരുടെ എതിർപക്ഷത്തിലുള്ള വാരിയേഴ്സ് ആണ് ഗ്രേറ്റ് വാരിയേഴ്സ്. അവരെല്ലാം നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കണ്ട. Simply fight and you will vanquish your enemies in battle. Every plan is made by the Supreme Personality of Godhead, but He is so kind and merciful to His devotees that He wants to give the credit to His devotees who carry out His plan according to His desire. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അതാണ് അതിന്റെ കാര്യം. അതിന് ജസ്റ്റ് what is that? Uttishta. Get up and fight. So earn that credit and be glorious. So life should therefore move in such a way that everyone acts in Krishna consciousness and understands the Supreme Personality of Godhead through the medium of spiritual master. The plans of the Supreme Personality of Godhead are understood by His mercy, and the plans of the devotees are as good as His plans. One should follow such plans and be victorious in the struggle for existence. ഇവിടെ അർജുനെ സംബന്ധിച്ചോളം സ്പിരിച്വൽ മാസ്റ്ററും ഭഗവാനും ഒന്ന് തന്നെയാണ്. So he was lucky enough to get the Supreme Lord as a spiritual master now. അവിടെ കാർപ്പണ്യദോഷോപഹത സ്വഭാവം. I am accepting you as my spiritual master. Please guide me. Myself weakness. I don't know. I am deluded totally. I don't know what I'm doing because of my self weakness. എന്താണ് my self weakness? Because കാരണം അർജുനൻ ക്ഷത്രിയനാണ്. ഒരു ക്ഷത്രിയ ധർമ്മം ഫൈറ്റ് ചെയ്യാന്നുള്ളത് ധർമ്മം പരിപാടി. പക്ഷെ ആ ധർമ്മം ചെയ്യാതെ പൈസ എൻ്റെ കയ്യിലുണ്ട്. മൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ ഉണ്ട്, പക്ഷെ ഞാൻ ചെലവാക്കുന്നില്ല അല്ലേ? പിശുക്കൻ, സ്റ്റിഞ്ചി, ലുബ്ധൻ പറയുന്നില്ലേ? എൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞാൻ ചെലവാക്കുന്നില്ല. അപ്പൊ എന്നെ ആൾക്കാരെന്ന് പറയും പിശുക്കെന്ന് പറയും. അതേപോലെ അവിടെ അർജുന എല്ലാ ആർച്ചറി അറിയാം. ഈസ് എക്സ്പേർട്ട് ഇൻ ആർച്ചറി. ഈസ് എ ഗ്രേറ്റ് വാരിയർ, ക്ഷത്രിയ. ബട്ട് ഈസ് മൈസർലി. ഈസ് നോട്ട് യൂസിങ് ദാറ്റ് ഇൻ ലോഡ് സർവീസ്. അപ്പൊ അതുകൊണ്ടാണ് അർജുന തന്നെ പറയുന്നത് ബിക്കോസ് ഓഫ് മൈസർലി വീക്ക്നെസ്. അപ്പോ ഭഗവാൻ ബി മൈ ഇൻസ്ട്രുമെന്റ് ആൻഡ് ടേക്ക് ദ ക്രെഡിറ്റ്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ഈ ലോർഡ് ഈസ് ഈ സ്പിരിച്വൽ മാസ്റ്റർ ആൾസോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. നമുക്ക് ആ ഭാഗ്യമുണ്ടോ? ഇല്ല. അല്ല, ഓഫ് കോഴ്സ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് ദ ലോർഡ്. നമുക്ക് ഒരു വ്യത്യാസം കാണാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അർജുന ഇസ് സോ ലക്കി ടു ഗെറ്റ് ദ സുപ്രീം ലോർഡ് ആസ് എ സ്പിരിച്വൽ മാസ്റ്റർ. So one should follow such plans and be victorious in the struggle for existence. Sanjay uvacha etat shrutva vachanam keshavasya kritanjalir vepamana kiriti namaskritva bhuya evaha krishnam sagadagatam bhida pranamya. Sanjay uvacha श्रुत्वा वचनं केशवस्य कृताञ्जलिर्वेपमानः किरीटी
നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദാഗതം ഭീത ഭീത പ്രണമ്യ. ഹരേ കൃഷ്ണ. യെസ് രൂപേഷ് ശ്രീമതി. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീതി സമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത ഭീത പ്രണമ്യ. സൗമ്യ മാതാജി. सञ्जय उवाच एतत् श्रुत्वा वचनं केशवस्य कृताञ्जलिर्वेपमानः किरीटी नमस्कृत्वा भूय एवाह कृष्णं सगद्गदं भीत प्रणम्य. सुजय प्रभु. कृष्ण प्रभु. संजय उवाच एतत् श्रुत्वा वचनं केशवस्य कृताञ्जलिर्वेपमानः किरीटी नमस्कृत्वा भूय एव कृष्णं सगद्गदं भीत प्रणमय. ട്രാൻസ്ലേഷൻ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപോണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടർന്ന സ്വരത്തിൽ പറഞ്ഞു. Sanjay said to Dhritarashtra, O king, after hearing these words from the Supreme Personality of Godhead, the trembling Arjuna offered obeisances with folded hands again and again. He fearfully spoke to Lord Krishna in a faltering voice as follows. സഞ്ജയൻ ധൃതരാഷ്ട്രോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ ഭഗവാൻ എന്താണ് പറഞ്ഞത്, അർജുനൻ എന്താണ് പറഞ്ഞതല്ല. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഓ കിങ്. ആരോടെ പറയുന്ന? ധൃതരാഷ്ട്ര. ആഫ്റ്റർ ഹിയറിംഗ് ദീസ് വേർഡ്സ്, ഭഗവാന്റെ ഈ വാക്കുകളെല്ലാം കേട്ട ശേഷം വർച്ചിരിക്കാണ് അർജുനൻ. ഇതെല്ലാം കണ്ട് പേടിച്ച് വീണ്ടും വീണ്ടും പ്രണാമം ചെയ്യാണ്. വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ് എഗെയിൻ ആൻഡ് എഗെയിൻ. വളരെ പേടിയോട് കൂടിയിട്ട് തൊണ്ടയെല്ലാം ഇടറിയിട്ട് അർജുനൻ ഭഗവാനോട് പറഞ്ഞു. So as we have already explained, because of the situation created by the universal form of the Supreme Personality of Godhead, Arjuna became bewildered in wonder. Thus, he began to offer his respectful obeisances to Krishna again and again, and with faltering voice, he began to pray, not as a friend, but as a devotee in wonder. അവിടെ അർജുനൻ അവിടെ ഒരു സുഹൃത്തായിട്ടല്ല, ഒരു ഭക്തനായിട്ട്, അങ്ങനെ അത്ഭുതത്തിൽ നോക്കി ഇരിക്കുന്ന ഒരു ഭക്തൻ. ആ വിരാട് രൂപം കണ്ടിട്ട് ആശ്ചര്യസഹിതമായിട്ടിരിക്കുന്ന ഒരു ഭക്തന്റെ മറുപടിയാണ് ഇവിടെ. സോ എന്താണ് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ? 36 അല്ലേ? ഹരിബോൾ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ताई गो प्रेमानंदे हरि बोल.